ഹായ് നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പതിവ് പോലെ രാവിലെ അടുക്കളയിലാണ്. പുട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴം ഇരിപ്പുണ്ട്, അപ്പോൾ പുട്ടുണ്ടാക്കാൻ നോർത്ത് പുട്ടുണ്ടാക്കി വെച്ചു. പിന്നെ കുറച്ച് കട്ടൻ ചായ ഇട്ടിട്ടുണ്ടേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാപ്പുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് തേങ്ങ അത് പൊട്ടിച്ചപ്പോൾ അത് ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ അടർന്നു പോകുന്നു. അപ്പം ഞാനത് ഒരു ഒരപ്പത്തേട്ടൊന്ന് ഉരച്ച് വെക്കുകയാണേ. തേങ്ങയൊന്ന് ഉരച്ചെടുക്കുകയാണ്. ചിരണ്ടാനും ബുദ്ധിമുട്ടാണ് എങ്കിലും ഇതിപ്പോൾ ഇങ്ങനെ കൊത്തായിട്ട് പോകുന്നത് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാനും എളുപ്പമാണല്ലോ. അപ്പോൾ അത് ഞാനൊന്ന് ഉരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ്, റേഷൻ കടയിൽ നിന്നും വാങ്ങിച്ചു വെച്ച ഗോതമ്പ് ഇരിപ്പുണ്ടേ. അപ്പോൾ മഴയായത് കാരണം ഞാനത് കഴുകാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി ഞാൻ കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് വെയിലത്തൊന്നിടണം. അപ്പോൾ ഞാൻ ഇത് തേങ്ങ ഒന്ന് റെഡിയാക്കി വെച്ചേച്ച് ഞാൻ പിന്നെ പോയിട്ട് ഗോതമ്പൊന്ന് പരത്തിയിട്ടുണ്ടായിരുന്നു. അത് പരത്തിയിട്ടേച്ചും പോകുന്നു. പിന്നെ മഴക്കാറ് വെക്കുമോ മഴ പെയ്യുമോ നമുക്കറിയില്ല. രാവിലെ ചെറിയ വെയിൽ കണ്ടപ്പോഴാണ് ഞാനത് കൊണ്ട് ഉണക്കാനിട്ടത്. പിന്നെ വന്നിട്ട് നമുക്കിന്ന് മീൻ കിട്ടിയെന്ന് വെച്ചാൽ കിളിയില്ലേ, കിളിമീൻ 2 അത് വലുതായിരുന്നു. അത് 2 കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കിളിമീൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് തേങ്ങ അരച്ചൊന്നും വെക്കാനൊന്നും വലിയ സുഖമില്ല. അത് മുളകിൽ തന്നെ വെക്കണം. പുളിയൊക്കെ കൂടുതലിട്ടിട്ട് മുളകിൽ വെക്കുന്ന മീനാണേ. അപ്പം ഞാനത് മുളകിൽ വെക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ചെമ്മീനുള്ളത് നമുക്ക് കറിയും വെക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിടാം. ഇത് ഒരുപാട് ചെതുമ്പലുള്ള മീനാണ്. അപ്പോൾ കുറച്ച് സമയം വെള്ളം ഒഴിച്ചിടുമ്പോഴത്തേക്ക് ആ ചെതുമ്പലൊക്കെ ഒന്ന് കുതിർന്ന് വന്ന് പെട്ടെന്ന് നമുക്ക് ഇളക്കി കളയാനൊക്കെ എളുപ്പമുണ്ടാവും. അങ്ങനെ ഞാൻ മീൻ ക്ലീൻ ചെയ്ത് വെച്ച് ചെമ്മീനും ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ച് എന്നിട്ട് പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ചിട്ട് വന്നിട്ട് അത് കറി റെഡിയാക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് നല്ല മഴക്കാർ വെക്കുന്നതെന്ന് കണ്ടതേ. പിന്നെ ഞാൻ പോയിട്ട് ഗോതമ്പും അതുപോലെ തുണികളൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ പെട്ടെന്നാണ് ഓടിപ്പോയിട്ട് അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടതേ. മോളിൽ നോക്കി നല്ല മഴക്കാർ, ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ട് മൂടി ഇപ്പം പെയ്യുന്ന രീതിയിലായി കേട്ടോ. പിന്നെ ഞാൻ ഓടി ചെന്നിട്ട് ഗോതമ്പ് ആദ്യം എടുത്ത്, ഗോതമ്പ് നമ്മളിപ്പോൾ പായയുടെ പുറത്ത് ഒരു തുണി വിരിച്ചിട്ടാണ് ഗോതമ്പ് ഇടുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചുരുട്ടി ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ തുണിയും ഒക്കെ എടുത്തിട്ട് പിന്നെ മക്കളും വന്നിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പിന്നെ ഗോതമ്പും തുണികളും ഒക്കെ എടുത്ത് ഒക്കെ വെച്ചത്. പിന്നെ മഴ പോയി കഴിഞ്ഞിട്ട് ചെറിയ വെയിൽ എറിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇടാൻ പറ്റുള്ളേ. പിന്നെ ഞാൻ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് മെഴുക്ക് പുരട്ടാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെമ്മിക്കറിയാണ്. പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു കേട്ടോ. ചെമ്മിക്കറി ഞാൻ തക്കാളി ഒക്കെ ഇട്ടിട്ട് അരച്ചുകൂട്ടി കറി വെച്ചു. കിളിമീൻ പൊള്ളിച്ചും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഊണിനുള്ള വിഭവങ്ങളൊക്കെ ഇതായിരുന്നു. ചോറ് ഞാൻ നേരത്തെ തന്നെ രാവിലെ തന്നെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴക്കാർ വെച്ചെങ്കിൽ അധികമൊന്നും അങ്ങോട്ട് പെയ്തില്ല കേട്ടോ. മഴക്കാർ കണ്ടപ്പോൾ ഓർത്ത് ഒരുപാട് അങ്ങ് പെയ്ത് മുങ്ങുമെന്ന്, പക്ഷേ അത്രയൊന്നും പെയ്തില്ല. പിന്നെ ഞാൻ വെയിലെറിക്കാൻ കാത്തിരുന്നു. വെയിലെറിച്ച് എന്തായാലും ഗോതമ്പിട്ട് ഉണക്കി എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൂത്തു പോകും. നമ്മൾ കഴുകിയ ഗോതമ്പേ കുറച്ചെങ്കിലും ഉണങ്ങിയില്ലെങ്കിൽ അത് പൂത്തു പോകും. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡിയായി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഊണ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഊണുമൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷമാണ് പിന്നെ വെയിലെറിച്ചപ്പോൾ ഞാൻ വീണ്ടും കൊണ്ടുപോയി ഗോതമ്പ് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായയുടെ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, തുണി ഒന്ന് വിരിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ പുറത്തിടിയണമെങ്കിൽ മഴക്കാർ വെക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടാൻ പറ്റും. അങ്ങനൊരു കാര്യമുണ്ട്. നേരത്തെ ഞാൻ പായയുടെ പുറത്ത് മാത്രം ഇടുമായിരുന്നു. അപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കുമേ. അപ്പോൾ പ്രാവിൻ്റെ ശല്യം ഉണ്ട്, ആരെങ്കിലും നോക്കിയിരിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ കുറച്ചായി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ, ലൈക്കും ചെയ്ത് ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.